ഹലോ എവരി വൺ. സോ നമ്മൾ ഒളിമ്പിയാഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് ഒളിമ്പിയാഡ് എക്സാം, അതിന് എന്തൊക്കെ പഠിക്കണം, എവിടെ നിന്നൊക്കെ റെഫർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു വീഡിയോ ഇതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക, അതിൽ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അപ്പോൾ ഒളിമ്പിയാഡ് എക്സാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം എക്സാമുകൾക്ക് നമ്മുടെ സ്കൂളിലെ എക്സാമിന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല വരാം. സ്കൂളിലെ എക്സാമിന് നമ്മളിപ്പോൾ ഒരു തിയറി പഠിച്ചു, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് വരും വാട്ട് ഈസ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് ചോദിക്കും. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എക്സാം എഴുതും. എന്നിട്ട് ആ ഡിസ്ക്രിപ്റ്റീവ് ആൻസറിന് എന്ത് ചെയ്യും, ടീച്ചർ മാർക്ക് ഇടും, അല്ലെങ്കിൽ A+, A1 ഗ്രേഡും കാര്യങ്ങളൊക്കെ ഇടും. ഇതാണ് അവിടെ സംഭവിക്കുക. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അഥവാ MCQs നമ്മൾ പറയും. അതൊരു ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിലൊരു ഓപ്ഷൻ മാത്രമാണ് കറക്റ്റ്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ നിങ്ങൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചു, ഏത് ഇക്വേഷൻ ഉപയോഗിച്ചു, ഏത് കോൺസെപ്റ്റ് ഉപയോഗിച്ചു, ഇതൊന്നും അവിടെ റെലവൻ്റ് അല്ല. നിങ്ങൾ കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഡയറക്റ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്തിനാണ്? ബെസ്റ്റ് ടാലൻസിന് കണ്ടുപിടിക്കാൻ, ഏറ്റവും നല്ല സ്റ്റുഡൻസിന് കണ്ടുപിടിക്കാനുള്ള എക്സാമാണ്. സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, ഇത്തരം ക്വസ്റ്റ്യൻസിൽ കുറച്ചും കൂടെ നിങ്ങൾ ലോജിക്കൽ കോൺസെപ്റ്റും അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റൽ ബേസ് ഒക്കെ മെഷർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവരിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ട്രെയിനിങ് ആവശ്യമാണ്. നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ പഠിച്ചാൽ പോരാ, ഇത്തരം ക്വസ്റ്റ്യൻസിനെ ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതിൽ ഉപയോഗിക്കേണ്ട തിയറി, ഇതിന്റെ ബേസിക് ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും, നിങ്ങൾ സ്കൂളിൽ പഠിച്ച സംഭവം തന്നെ ആയിരിക്കും. പക്ഷെ അതിന് ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് രീതിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ ഒരു സ്പെഷ്യാലിറ്റി. നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന തന്നെയായിരിക്കും. പക്ഷെ അത് അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കവർ ചെയ്യാൻ പോവുക. അപ്പോൾ നിങ്ങൾ ഇതിലുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഇത് വെറുതെ കണ്ടു വിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറുതെ കണ്ടതുകൊണ്ട് മാത്രം ആർക്കും എക്സാം ഹാളിൽ പോയിട്ട് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി മാത്സിൽ പ്രാക്ടീസ് ഇല്ലാതെ ഒരാൾക്കും ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് വേണം. നമ്മളിവിടെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ സ്വയം ചെയ്ത് നോക്കണം. മാത്രമല്ല ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക. കാരണം അവരും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കും കൂടെ ഈ ഒരു ഇൻഫർമേഷൻ നിർബന്ധമായിട്ട് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. The sum of n terms of two arithmetic series are in the ratio 7n plus 1 is to 4n plus 27. Find the ratio of their 11th terms. ഓക്കെ, അപ്പോൾ രണ്ട് സീരീസ് ഉണ്ട്. രണ്ട് സീരീസിലെ n ടേംസിന്റെ സമ്മ് തമ്മിലുള്ള റേഷ്യോ ആണ് തന്നത്. അപ്പോൾ എന്താണ് സീരീസ് നിങ്ങൾക്ക് അറിയാം, അരിത്തമെറ്റിക് സീരീസ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, സമ്മ്, അതിന്റെ സമ്മ്, അതുപോലെ ഓരോ ടേംസ് കണ്ടുപിടിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ഇതുവരെ പഠിച്ചതൊക്കെ ഡിഫറെൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ചോദിക്കുക, പക്ഷേ ഡിഫറെൻറ്റ് രീതിയിലാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. അപ്പോൾ ചില ആൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതിപ്പോൾ കണ്ടുപിടിക്കാൻ എത്ര വലിയ പണിയുണ്ടോ, 11th ടേംസ് നമ്മൾ റേഷ്യോ. അപ്പോൾ എന്നിന് 11 കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ റേഷ്യോ കിട്ടൂലേ? കിട്ടൂല. കാരണം എന്താ, ഇത് റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഫ്രാക്ഷൻ ആണ് അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററിനൊക്കെ സിംപ്ലിഫൈ ചെയ്തുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് 7n plus 1 is to 4n plus 21 എന്ന് പറയുന്നത്, 27 എന്ന് പറയുന്നത്. അല്ലാതെ അത് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഒളിമ്പിയാഡ് എക്സാമിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എക്സാമുകൾക്ക് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല, ആർക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് രണ്ട് സീരീസ് ഉണ്ട് അല്ലെ, ഫസ്റ്റ് സീരീസും സെക്കൻഡ് സീരീസും. അപ്പോൾ ഞാൻ ഫസ്റ്റ് സീരീസിന് S1 എന്ന് കൊടുക്കുകയാണ്, ഫസ്റ്റ് സീരീസിന്റെ സമ്മിന് S1, രണ്ടാമത്തിന്റെ S2. ഓക്കെ, ഫസ്റ്റ് സീരീസിന്റെ സമ്മ്, സെക്കൻഡ് സീരീസിന്റെ സമ്മ്. അത് നമ്മുടെ റേഷ്യോ എന്താണ്, 7n plus 1 by 4n plus 1, സോറി 4n plus 27. അപ്പോൾ രണ്ടിലും n ടേംസ് ആണ്, അതായത് ഒരേ നമ്പർ ഓഫ് ടേംസ് ആണ് അവർ രണ്ട് സ്ഥലത്ത് എന്ത് ചെയ്യാൻ പോകുന്നത്, ആഡ് ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ സമ്മിന് പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, എന്താണ്, n/2 into 2a plus n minus 1d. നമ്മൾ സാധാരണ സമ്മിന് പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് അല്ലെ. ഇത് കേരള സിലബസിലുള്ള സ്റ്റുഡൻസ് വേറെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇത് NCERT ഫോളോ ചെയ്യുന്ന ഇക്വേഷൻ ആണ്. NCERT ഫോളോ ചെയ്യുന്ന ഇക്വേഷൻ ആണ് +1ലും +2ലും, അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഇതുപോലെ എഴുതാൻ പോകുന്ന നാഷണലിലെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരിക NCERT ഫോളോ ചെയ്യുന്ന ഇക്വേഷൻ ആണ്. കാരണം നാഷണലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള സിലബസ് ആയതുകൊണ്ട്. ഇനി അടുത്ത ഇതിപ്പോൾ S1 ഫസ്റ്റ് സീരീസിന്റെ, അടുത്ത സീരീസിന്റെ n/2 ഇൻറ്റു അതിന്റെ ഫസ്റ്റ് ടേമിന് എക്ക് ഞാൻ ക്യാപിറ്റൽ എന്ന് കൊടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് ഫസ്റ്റ് സീരീസിന്റെ ഫസ്റ്റ് ടേം ആണ്, ഇത് സെക്കൻഡ് സീരീസിന്റെ ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ രണ്ടും ഒരേ ആളല്ല, ഡിഫറെൻ്റ് ആളാവാം, ഒരേ ആളാവാം, ഡിഫറെൻ്റ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് നമുക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഇതിന് ക്യാപിറ്റൽ എന്ന് കൊടുത്തു, പ്ലസ് n minus 1d, ആ d ക്യാപിറ്റൽ d കൊടുക്കും, സെക്കൻഡ് ആളുടെ കോമൺ ഡിഫറൻസ്. ഓക്കെ, ഇതാണ് എന്ത് എന്നുള്ളത് 7n plus 1 by 4n plus 27 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ n എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് ഞാൻ സെയിം കൊടുത്തു, ഇവിടെ n കൊടുത്തു, ഇവിടെ ക്യാപിറ്റൽ n കൊടുക്കാൻ ഞാൻ എന്തേ, കാരണം n സെയിം ആണ്, രണ്ട് സ്ഥലത്തും സം ഓഫ് n ടേംസ് ആണ്, ഒരേ നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് n/2 രണ്ട് സ്ഥലത്തും ക്യാൻസൽ ചെയ്യാം. ഓക്കെ,
ഇനി നമ്മൾ കാണാൻ പറഞ്ഞുള്ള സംഭവം എന്താണ്? 11th ടേംസ് നമ്മൾ റേഷ്യോ, അതായത് ഫസ്റ്റിലെ 11th ടേം, ഫസ്റ്റ് സീരീസിലെ 11th ടേമും സെക്കൻഡ് സീരീസിലെ 11th ടേമും നമ്മൾ റേഷ്യോ. അപ്പോൾ ഫസ്റ്റ് സീരീസിലുള്ളത് ഫസ്റ്റ് എ പ്ലസ് 10d, ഫസ്റ്റ് ടേം പ്ലസ് 10 കോമൺ ഡിഫറൻസ്, രണ്ടാമത്തേതിലും ഫസ്റ്റ് ടേം പ്ലസ് 10 കോമൺ ഡിഫറൻസ്. അപ്പോൾ അടുത്ത പ്രശ്നം എന്താ, അവിടെ മാറ്റം എന്താ വരുന്നത്? ഇവിടുത്തെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഇവിടുത്തെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും രണ്ടാണ്, അത് മാത്രമാണ് ഡിഫറൻസ്. പക്ഷേ എ പ്ലസ് 10d അല്ലേ, എ പ്ലസ് 10 കോമൺ ഡിഫറൻസ് ചെയ്താൽ അവിടുത്തെ ഫസ്റ്റ് ടേം 11th ടേം കിട്ടും. ഈ റേഷ്യോ ആണ് നമുക്ക് കിട്ടണ്ടേ അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ഇയാള് ഇയാള് ഈ എ പ്ലസ് 10d എന്നുള്ള സാധനം ആയി മാറിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇവർ രണ്ടുപേരും ഒന്നാണ്. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഇയാൾക്ക് ഈക്വൽ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇവർ രണ്ടുപേരും ഒരേപോലെ ആയിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് സംഭവം ചെയ്യാൻ പറ്റില്ലേ അല്ലേ? കാരണം ഇത് രണ്ടും ഒരേപോലെ ആണെങ്കിൽ, ഇവരൊക്കെ ഒരേപോലെ ആണെങ്കിൽ, പക്ഷെ അല്ലല്ലോ. അപ്പോൾ ഒരേപോലെ ആക്കാൻ പോകണേ നമ്മൾ. ഇവിടെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എല്ലാ ടേംസിനും 2 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. എന്തെങ്കിലും ഡിഫറൻസ് വരുമോ? ഇല്ല. ന്യൂമറേറ്ററിൽ എല്ലാ ടേംസിനും 2 വെച്ച് ഡിവൈഡ് ചെയ്തു, ഡിനോമിനേറ്ററിൽ എല്ലാ ടേംസിനും 2 വെച്ച് ഡിവൈഡ് ചെയ്തു, ഒരു ഡിഫറൻസ് വരില്ല. നമുക്കറിയാം ഫ്രാക്ഷൻസിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. ന്യൂമറേറ്ററിലുള്ള എല്ലാ ടേംസിനും ഏതെങ്കിലും നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതേ ഓപ്പറേഷൻ ഡിനോമിനേറ്ററിലും ചെയ്താൽ ഒരു ഡിഫറൻസും വരില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? 2 2 ക്യാൻസൽ ആകും, ബാക്കി അവിടെ എ പ്ലസ് ഉണ്ടാവും. എ പ്ലസ് ഇവിടെ n-1/2 ഇൻറ്റു ഡി ബൈ ഇവിടെ 2 2 ക്യാൻസൽ ആവും, ഇവിടെ എ മാത്രം പ്ലസ് n-1/2 ഇൻറ്റു ഡി. ഓക്കെ, ഇങ്ങനെയായി ആ ഒരു ഫ്രാക്ഷൻ. അപ്പൊ ഇയാളും സെയിം ആയിരുന്നു എങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇയാളും സെയിം ആകുന്ന സമയത്തല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇവരെ ഈക്വൽ ആക്കി കൺസിഡർ ചെയ്യാൻ പറ്റുക അല്ലേ? അതായത് ഇവർ 3 പേരും തമ്മിലൊരു റിലേഷൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇയാളും ഈക്വൽ ആവുന്ന പോലെ ആക്കിയാൽ പോരെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടുത്തെ ഫസ്റ്റത്തെ ആള് ആരാണ്? എ പ്ലസ് n-1/2 ഇൻറ്റു ഡിയും, ഇവിടുത്തെ പോലത്തെ ആളാണ് എ പ്ലസ് 10dയും ഈക്വൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിച്ചോ ഈക്വൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ ഫോർമായി അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എയും ക്യാൻസൽ ചെയ്തു. ഓക്കെ, പിന്നുള്ളത് n-1/2 ഇൻറ്റു ഡിയും 10dയും, ഈ ഡിയും ക്യാൻസൽ ചെയ്തൂടെ അല്ലേ? ആദ്യം എയും ക്യാൻസൽ ചെയ്തു, പിന്നെ അവിടെ ബാക്കിയുള്ള 2 ടേംസ് ഉണ്ടാവുക, അതിന് ഡിയും ക്യാൻസൽ ചെയ്തു. ബാക്കി ആരാണത്? n-1/2 = 10 ഉണ്ടാവും. അതിന് നമുക്ക് n-ന്റെ വാല്യൂ കണ്ടുകൂടെ? 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. n-1 = 2 × 10 20 വരും. therefore n = -1 അങ്ങോട്ട് പോയാൽ +1 ആവും. സോ 20 + 1 21 എന്ന് കിട്ടും. ഇനി നിങ്ങൾ ഇയാളാണ് കമ്പയർ ചെയ്യുന്നത് വിചാരിച്ചോ, എ പ്ലസ് n-1dയും ഈ എ പ്ലസ് 10d ആണ് കമ്പയർ ചെയ്യുന്നതെങ്കിലും ഇതേപോലെ ഇവിടെ സ്മോൾ ലെറ്ററിലോട്ട് ക്യാപിറ്റൽ ലെറ്റർ വരുന്നേ ഉള്ളൂ. അപ്പോൾ n-ന്റെ വാല്യൂ 21 ആവും. അപ്പോൾ എന്താ ഇതിന്റെ മീനിങ്? ഇതിൽ n-ന് 21 ഇട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇതിൽ n-ന് 21 ഇട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ a + 10d / a + 10d എന്ന് പറയുന്ന ഈ ഒരു ഫോം എത്തും. മനസ്സിലായോ? അപ്പൊ ഇത് ഓൾറെഡി ഈക്വൽ ടു 7n + 1/4n + 27 ആണെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? അപ്പൊ ഇതില് നമുക്ക് നമുക്ക് അതായത് ഈ ഒരു എക്സ്പ്രഷനിൽ ഇവിടെ n-ന് എന്താണ് ഇട്ട് കൊടുക്കുന്നത്, അതേ n ഇവിടെ ഇട്ട് കൊടുക്കണം അല്ലെ? കാരണം അപ്പോഴേ ഇത് രണ്ടും ഈക്വൽ ആവുള്ളൂ. അപ്പൊ ഇവര് 3 പേരും തമ്മിൽ, ഇയാളും തമ്മിലുള്ള 3 പേരും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇയാളെയും ലിങ്ക് ചെയ്തു. ആ 2 പേര് ലിങ്ക് ആവണമെങ്കിൽ, ഒരേപോലെ ഈക്വൽ ആവണമെങ്കിൽ n-ന് 21 ഇട്ട് കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 21 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ആരായിട്ട് മാറും? നമ്മുടെ ഈ ഒരു ഇക്വേഷനായിട്ട് മാറും അല്ലെ? അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? ജസ്റ്റ് ഇതാ ഇവിടെ ഞാൻ ഇവിടെ തന്നെ കൊടുക്കാം. ഞാൻ കവർ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ഓക്കെ, സോ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ എ പ്ലസ് ഇതിൽ നമ്മൾ ഈ ഇക്വേഷനിൽ 21 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ a + 10d / A + 10d എന്ന് വരും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ n-ന് പകരം 21 കൊടുക്കാം. സോ 7 × 21 + 1 ബൈ അടുത്ത് 4 × 21 + 27 എന്നുള്ള രീതിയിലാവും. ഓക്കെ, അപ്പോൾ എന്താ പറയുക സംഭവിച്ചത്? കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിൽ n-ന് 21 ഇട്ട് കൊടുക്കുമ്പോൾ a + 10d ആയിട്ട് മാറും. കാരണം ആ ഒരു കണ്ടീഷൻ കൊടുത്തുകൊണ്ടാണ് n-ന് 21 കിട്ടിയത്. ഇവിടെ n-ന് 21 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇനി കൺഫ്യൂഷൻ ഉള്ളവർക്ക് 21 ഇട്ട് കൊടുത്താൽ മതി. 21 - 1 20/2 10 അങ്ങനെയാണ് ഈ 10d വരുന്നത്. ഇവിടെയോ 21 - 1 20/2 10 അങ്ങനെയാണ് ഇവിടെ എന്ത് വരുന്നത്? ഈ 10d വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി 11th ടേം തമ്മിലുള്ള ഡിഫറൻസുകളായി അല്ലേ? 11th ടേം ഓഫ് ഫസ്റ്റ് സീരീസ് ഡിവൈഡ് ബൈ 11th ടേം ഓഫ് സെക്കൻഡ് സീരീസ് ഈസ് ഈക്വൽ ടു ഈ ഒരു വാല്യൂ കിട്ടി. ക്ലിയർ ആവുന്നുണ്ടോ? എന്തിനാണ് ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്തത്? എന്തിനാണ്? നമുക്ക് ആകെ അറിയുന്നത് ഈ റിലേഷൻ മാത്രമാണ് അല്ലെ? ഇവിടെ n-ന് എന്താണ് ഇട്ട് കൊടുക്കേണ്ടത്? അതിനെയാണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. കാരണം എന്താ? ഇവർ 2 പേരും സമ്മ് തമ്മിലുള്ള റേഷ്യോ ആണ്. സമ്മ് കാണാനുള്ള ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പൊ ഈ റിലേഷൻ കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക്
ഇവിടെ എന്നിന് ഇട്ട് കൊടുക്കുന്ന വാല്യൂ ഇവിടെ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം a+10d എന്ന് പറയുന്ന ഫോമിലോട്ട് ആക്കാൻ പറ്റുമോ എന്ന് നോക്കി. പറ്റും. എപ്പോൾ n21 ആണെങ്കിൽ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, n21 ഇട്ട് കൊടുക്കാം. അതാണ് സംഭവം. അപ്പോൾ ഇനി ബാക്കി മൾട്ടിപ്ലിക്കേഷൻ ആണ്, സിമ്പിൾ പരിപാടി. 21 × 7 ആദ്യം ചെയ്ത് നോക്കുക. 21 × 7 7 2 7 4 147 + 1 148 വരും. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്താൽ മതി. അതൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് റഫായിട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്താൽ മതി. ഇവിടെ എന്ത് വരും, 21 × 4 4 8 84 84ഉം 27 നമ്മൾ ആഡ് ചെയ്ത് എന്താ വരും, 7ഉം 4ഉം 1 11 1 ബാക്കി 1 ഉണ്ടാവും 1 1 4 84ഉം 27 തന്നെ അല്ലേ? യെസ് 27 തന്നെ. അപ്പോൾ 7ഉം 4ഉം 11 1 ബാക്കി 1 ഉണ്ടാവും, 8ഉം 10ഉം 1ഉം 111 വരും. യെസ്. അപ്പോൾ 148/111. അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആരാന്നുള്ളത് നോക്കാം. ഇവിടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 4 7 5 ഇതൊക്കെയാണ് ആദ്യം വരുന്നത്. അപ്പോൾ എന്തായാലും 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഉറപ്പാണ്. കാരണം ന്യൂമറേറ്റർ നോക്കിയാൽ നിങ്ങൾ 148 148 എന്ന് പറയുന്ന നമ്പർ നോക്കിയാൽ എന്തായാലും 5 കിട്ടണമെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പർ വെച്ചിട്ട് ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ലെങ്കിൽ 0 ഒക്കെ വരണമല്ലോ. അപ്പോൾ എന്തായാലും അയാൾ പോസിബിൾ അല്ല എന്നുള്ളത് നമുക്ക് അവിടെ തന്നെ മനസ്സിലാവും. പിന്നെയുള്ള ആൾക്കാർ 4ഉം 7ഉം ആണ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ 4 വെച്ചിട്ട് ഡിവൈഡ് നോക്കിയാൽ നിങ്ങൾ 148നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 3 × 12 28 7 യെസ് 37 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 148നെ 37 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിലാണ് 4 കിട്ടുക. അപ്പോൾ 111നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കണം. 111നെ 37 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ് 3 എന്നുള്ള ആൻസർ കിട്ടും. കാരണം 3 × 7 21 ബാക്കി 2 ഉണ്ടാവും. 3 × 3 9 2 11 യെസ് 111 കിട്ടുന്നുണ്ട്. 0 0 0 വരും. സോ 4/3 എന്ന ആൻസർ കിട്ടും. സോ 4:3 വിൽ ബി ദ ആൻസർ. 4:3. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് വേണ്ട ആൻസർ. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഓപ്ഷൻസ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. കാരണം ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ചിലപ്പോൾ ഓപ്ഷൻസ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം, എലിമിനേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം, പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇത് ചെയ്യാനുള്ള മെത്തേഡ്. സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സമ്മിൻ്റെ ഫോർമുലയും തമ്മിലുള്ള റേഷ്യോ നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് SOFനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിക്കുന്ന, നിങ്ങൾ ഇതിൽ എന്തെങ്കിലും അറിയാത്ത കാര്യമുണ്ടോ? ഈ സമ്മിൻ്റെ ഫോർമുല നിങ്ങൾ പഠിച്ചതാണ്. ഇതിലുള്ള ഇതുപോലത്തെ ഫോർമുലാസ് നിങ്ങൾക്ക് അറിയാം. ഇതുപോലെ ഇവിടെ കട്ട് ചെയ്യുക എന്നുള്ള സംഭവം നിങ്ങൾക്ക് അറിയാം. a+10d ആണ് അതിൻ്റെ 11th ടേം എന്ന് അറിയാം. ഇവർ തമ്മിൽ ആ റിലേഷൻ കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ റിലേഷനോട്ട് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇതിൽ അഡീഷണൽ ആയിട്ടുള്ള സംഭവം. അത് അത്യാവശ്യം നല്ല രീതിയിൽ കോൺസെപ്റ്റ് ബേസിലുള്ള ഒരു കുട്ടിയെ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഈ സീരീസ് വഴി കവർ ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്ന് താല്പര്യമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ കമന്റ് ബോക്സിൽ പറയാം. ഞാൻ അടുത്ത ക്ലാസ്സിലോട്ട് വരുമ്പോൾ ആ ടോപ്പിക്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കവർ ചെയ്യാം. ഓക്കെ. അപ്പം ഈ രീതിയിൽ നമുക്ക് ഫുൾ ഓൺ പവറിൽ പോകണം. നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക. എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒളിമ്പ്യാഡ് മാത്രമല്ല, അതുപോലെയുള്ള എല്ലാ എക്സാമുകളും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു സംശയം വേണ്ട. ഓക്കെ. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ കാണാം. താങ്ക്